ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ബേക്കിംഗ് ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ബേക്കിംഗ് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 11ാമത്തെ എപ്പിസോഡാണിന്ന്. ബാക്കിയുള്ള എപ്പിസോഡുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനുള്ള ഗനാഷ് നമ്മൾ തയ്യാറാക്കുന്നത് 1:1 റേഷ്യോയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് അതേ അളവിൽ തന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന മധുരമുള്ള വിപ്പിംഗ് ക്രീം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതുപോലൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിട്ടോ, ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത്. ക്രീം പെട്ടെന്ന് തന്നെ ചൂടാവും കേട്ടോ. അപ്പോൾ ചൂടായി സൈഡിൽ നിന്നൊക്കെ ബബിൾസ് ഒന്ന് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും മതി. അപ്പോൾ ക്രീം ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ ചോക്ലേറ്റൊക്കെ മെൽറ്റായി ക്രീമിൽ ചേർന്ന് ഗനാഷയായി വന്നിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും തരികളുണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ ചൂടോട് കൂടി തന്നെ അരിച്ചെടുക്കണം കേട്ടോ. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂട് പോയതിന് ശേഷമാണ് കേട്ടോ ഇത് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ കൂടുതലായിട്ട് ഗനാഷ് വേസ്റ്റ് ആവാതെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഗനാഷേ ഉള്ളെങ്കിലും നമുക്കത് എല്ലാ ഭാഗത്തും എത്തിക്കാൻ കഴിയും. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്